In this session, let's understand the concept of Internetwork. Before knowing what is Internetwork, we have to know what a computer network is. A computer network is a collection of interconnected nodes which are capable of communicating with one another. So, കുറെ ഡിവൈസസിന്റെ ഒരു കളക്ഷനെയാണ് computer network എന്ന് പറയുന്നത്. Or we can more specifically say that each of these devices are called nodes. Node means it is a device which is capable of sending or receiving some information. So, അങ്ങോട്ടും ഇങ്ങോട്ടും data share ചെയ്യാൻ പറ്റുന്ന കുറച്ച് devices some transmission medium use ചെയ്തിട്ട് interconnect ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഒരു computer network എന്ന് പറയുന്നത്. Now let us see what is Internetwork. A collection of interconnected networks is called an internetwork or internet. So, ഇവിടെ simply network എന്നുള്ള term ആണ് use ചെയ്തിട്ടുള്ളത്. It means computer network. So, collection of interconnected networks is called internetwork or in short internet. ഒരുപാട് നെറ്റ്വർക്ക്സ് തമ്മിൽ ഇന്റർകണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഇന്റർനെറ്റ്വർക്ക് എന്ന് പറയുന്നത്. So, simply we can say connecting a LAN and a WAN or connecting two different LANs can form an internetwork. So, രണ്ട് different networks തമ്മിൽ ഇന്റർകണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു ഇന്റർനെറ്റ്വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു പാർട്ട് LAN ആയിരിക്കാം, വേറൊരു പാർട്ട് WAN ആവാം, അല്ലെങ്കിൽ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള LANs ആവാം. ഇതിനെയൊക്കെ നമുക്ക് സം ഇന്റർകണക്റ്റിംഗ് ഡിവൈസസ് യൂസ് ചെയ്തിട്ട് ഇന്റർകണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലാർജർ നെറ്റ്വർക്ക് ആണ് ഫോം ചെയ്യുക. ആ ലാർജർ നെറ്റ്വർക്കിനെയാണ് ഇന്റർനെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ പ്രിസൈസ്ലി നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടു ഫോം ആൻ ഇന്റർനെറ്റ്വർക്ക് ദർ ആർ 2 റൂൾസ് ഡിഫൈൻഡ് ഇൻ ദി ഇൻഡസ്ട്രി. സോ ഈ റൂൾസ് യൂസ് ചെയ്തിട്ടും ഒരു ഇന്റർനെറ്റ്വർക്ക് ഫോം ചെയ്യാം എന്നാണ് പറയുന്നത്. So the first rule is if different organizations have paid to construct different parts of the network and each maintains its part, then we can say it is an internetwork. അതായത് രണ്ട് ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ആണ് രണ്ട് ഡിഫറെന്റ് പാർട്സ് മാനേജ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്കൊരു ഇന്റർനെറ്റ്വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് റൂൾ ആണ് if the underlying technology is different in different parts of the network, then it can be considered as an internetwork. അതായത് ഒരു ഭാഗത്ത് യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ്. സേ സംടൈംസ് ഇറ്റ് ക്യാൻ ബി ബ്രോഡ്കാസ്റ്റ്, in another part it will be point to point. ഒരു പെർട്ടിക്കുലർ പോർഷനിൽ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക, വേറൊരു പാർട്ടിൽ മൾട്ടി പോയിന്റ് കണക്ഷൻ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ചില നെറ്റ്വർക്ക്സിൽ ഒരു സെക്ഷനിൽ വയർഡ് ആയിട്ടുള്ള കണക്ഷൻസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക, വേറൊരു സെക്ഷനിൽ വയർലെസ് ആയിട്ടുള്ള കണക്ഷൻ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പിലുള്ള ടെക്നോളജിയാണ് ഡിഫറെന്റ് പാർട്സിൽ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ then it is also a kind of internetwork. Next, so here you can see internetwork. So ഇതൊരു ലാർജർ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണ്. ഇതിന്റെ ഡിഫറെന്റ് പാർട്സിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടൊരു സിംഗിൾ നെറ്റ്വർക്ക് ആയിട്ടാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ഇന്റർനെറ്റ്വർക്കിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത്. Now we will move on to one of the example for internet, that is the internet. So, we know that a network is a group of connected communicating devices such as computers and printers. So, a network എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു. അത് ഡിഫറെന്റ് ഡിവൈസസിന്റെ അല്ലെങ്കിൽ നോഡ്സിന്റെ ഒരു ഇന്റർ കണക്ഷൻ ആണ്. ആൻഡ് ദീസ് ഡിഫറെന്റ് നോഡ്സ് വിൽ ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. സോ അതാണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നെറ്റ്വർക്ക്സിന്റെ ഒരു കളക്ഷനെയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർനെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് കുറച്ച് ഡിഫറെന്റ് ആണ്. സംടൈംസ് ഇറ്റ് മേ ബി കൺഫ്യൂസിങ്. സോ ഇവിടെ സ്മോൾ ലെറ്റർ ഐ ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ഇന്റർനെറ്റ്വർക്കിനെയാണ് മീൻ ചെയ്യുന്നത്. whereas if you are using capital I here, then it represents the internet. So the internet is a more specific term. That is, it is a kind of internetwork. So let us see what is the main difference between them. So here, the most notable internetwork is called the internet. The internetworkന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ടേം. ഇത് wwwന്റെ ഒരു പാർട്ടായിട്ട് യൂസ് ചെയ്യുന്ന ടേം ആണ്
ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ കൊളാബറേഷൻ ഓഫ് മോർ ദാൻ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക്സ്. അതൊരു ഹ്യൂജ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ്വർക്കിന് ഒരു എക്സാമ്പിൾ ആണ് ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഇന്റർനെറ്റിന് ക്യാപിറ്റൽ ഐ ആണ് യൂസ് ചെയ്യുന്നത്. ഇന്റർനെറ്റ്വർക്കിന്റെ ഷോർട്ട് ഫോം ആയിട്ട് യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റിന് സ്മോൾ ലെറ്റർ ഐ ആയിരിക്കും യൂസ് ചെയ്യുക. And the internet came into existence in 1969. So now let us see a brief history of internet. എങ്ങനെയാണ് ഇന്റർനെറ്റ് ഇന്നത്തെ ഒരു ഫോമിലേക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിന്റെ ഒരു സ്റ്റാർട്ടിങ്, ഇന്റർനെറ്റ് എന്നുള്ള കോൺസെപ്റ്റിന്റെ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1960s. സോ അതിനു മുന്നേയൊക്കെ സ്റ്റാൻഡ് ലോൺ ഡിവൈസസ് ആയിട്ടാണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിരുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും പോസിബിൾ ആയിരുന്നില്ല. സോ ആ ഒരു സമയത്ത് അർപ്പ എന്നുള്ളൊരു ഏജൻസി, യുഎസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഏജൻസിയാണ് അർപ്പ, ദാറ്റ് ഈസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി. ഈ ഒരു ഏജൻസിക്ക് ഡിഫറെന്റ് ലൊക്കേഷൻസിൽ ഓഫീസസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഫൈൻഡിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എഫേർട്ട്, കോസ്റ്റും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫൈൻഡിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. സോ ആ ഷെയറിംഗ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനൊരു നെറ്റ്വർക്കിനെ പറ്റിയിട്ട് ആലോചിച്ചത്. ഡിഫറെന്റ് ഡിവൈസസ് തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിലേക്ക് ഇവർ പോയിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ARPANET is a predecessor to the internet that is seen nowadays. In 1967, ARPA presented its idea for ARPANET. ARPANET is a small network of connected computers. So ARPA എന്നുള്ള ഏജൻസി അവരുടെ ഡിഫറെന്റ് ലൊക്കേഷൻസിലുള്ള ഓഫീസിലുള്ള ഡിവൈസസ് തമ്മിൽ ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ARPANET എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഫോമിലുള്ള ഇന്റർനെറ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത്. സോ ഇവിടെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓഫീസിൽ ഡിഫറെന്റ് ഡിവൈസസ് ഉണ്ടാവും. ആ ഡിഫറെന്റ് ഡിവൈസസിനെ നമുക്ക് ഹോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കാം. സോ ഈ ഹോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ഒരു സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടറിനെയാണ് ഇന്റർഫേസ് മെസ്സേജ് പ്രോസസർ ഓർ IMP എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിവൈസിൽ ഒരു ലൊക്കേഷനിൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറെന്റ് നമ്പർ ഓഫ് ഡിവൈസസ് ഉണ്ടാവും. ആ ഡിഫറെന്റ് നമ്പർ ഓഫ് ഡിവൈസസ് ഒരു പെർട്ടിക്കുലർ IMP ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി വേറെ ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ ഡിഫറെന്റ് ഹോസ്റ്റ് കമ്പ്യൂട്ടേഴ്സും അത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു IMP ഉണ്ടാവും. So then these IMPs will be able to communicate with other IMPs located at a different location, and it will be able to communicate with its own attached host. So അവിടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത് IMP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടർ ആയിരിക്കും. Then ARPANET came into existence in 1969. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ പ്രസന്റ് ചെയ്തത് 1967 പക്ഷെ അത് എക്സിസ്റ്റൻസിൽ വന്നത് 1969 ആണ്. അതിൽ ഉള്ള ഒരു അതിന്റെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 4 നോഡ്സ് ആയിട്ടായിരുന്നു. അതായത് 4 ഡിഫറെന്റ് ലൊക്കേഷൻസിലുള്ള ഇവരുടെ ഓഫീസസ് ഇന്റർകണക്ട് ചെയ്യുന്ന തരത്തിലാണ് ഇത് ഡെവലപ്പ് ചെയ്തു വന്നത്. 4 ലൊക്കേഷൻസിലാണ് അവരുടെ മെയിൻ ഓഫീസസ് ഉണ്ടായിരുന്നത്. അവിടെയാണ് അതിനെ ഓരോ നോഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് ദീസ് വെർ കണക്റ്റഡ് വൈ ദ IMPs ടു ഫോം എ നെറ്റ്വർക്ക്. സോ ഇതാണ് ഇന്റർനെറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫോം ഉണ്ടായിരുന്നത്. ആൻഡ് ദ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദീസ് ഹോസ്റ്റ് വാസ് നോൺ ആസ് നെറ്റ്വർക്ക് കൺട്രോൾ പ്രോട്ടോകോൾ. ഈ ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുള്ളത്. Then after that, in 1972, Windsurf and Bob Kahn collaborated on the Internetting project and proposed protocols to achieve end-to-end delivery of packets. So Windsurf and Bob Kahn എന്ന് പറഞ്ഞിട്ടുള്ള 2 പേഴ്സൺസ് അവര് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്നു. ARPANET എന്നുള്ള പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിരുന്നവരാണ്. അവർ പിന്നീട് അവരുടേതായിട്ടുള്ള ഐഡിയ ഇന്റർനെറ്റിന്റെ ഇന്നത്തെ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ ഐഡിയാസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ആൻഡ് ദേ കോൾ ദാറ്റ് പ്രോജക്റ്റ് ആസ് ഇന്റർനെറ്റിംഗ് പ്രോജക്റ്റ്. ആൻഡ് അവർ കുറച്ച് പ്രോട്ടോകോൾസ് എല്ലാം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇവർ പ്രപ്പോസ് ചെയ്ത മെയിൻ പ്രോട്ടോകോൾ ആണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. And this protocol included the concepts like encapsulation,
the datagram and the functions of a gateway. So നമ്മൾ ഇത് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇതായിരുന്നു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. Then after that some specialists were involved in this project and they suggested to split this TCP into two different protocols. One protocol is known as Transmission Control Protocol or TCP and the other one is known as Internetworking Protocol or IP. So IP എന്നുള്ള ഒരു സെക്ഷനും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നുള്ള ഒരു സെക്ഷനായിട്ട് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് രണ്ട് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഇത് ഇന്റർനെറ്റിന്റെ വർക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ആണ്. ദെൻ ഐ പിക്ക് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ടി സി പിക്കും കുറച്ച് ഫംഗ്ഷനാലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ ഓഫ് ഫംഗ്ഷനാലിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പ്രോട്ടോകോൾസും ഹെൽപ്പ് ചെയ്യും. സോ ഇന്റർനെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ handles the datagram routing, while TCP is responsible for higher level functions like segmentation, reassembly and error detection. So ഈ ഫങ്ഷൻസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അത് എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So the internet working protocol is known as TCP/IP. So internet is based on TCP/IP protocols. സോ ഇതാണ് ഇന്റർനെറ്റിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ ഉള്ള ഒരു ഫോമിൽ നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. സോ ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡർ ആണ്, ISPs എന്ന് പറയും. സോ ISPസിന്റെ തന്നെ ഡിഫറെന്റ് ഹൈറാർക്കി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. They can be international service providers, national service providers, regional service providers and local service providers. So ഈ ISPസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമുക്ക് ഇന്റർനെറ്റിന്റെ ഒരു യൂസ് ഇന്ന് അവൈലബിൾ ആയിട്ട് ഉള്ളത്. സോ ഇതാണ് ബേസിക്കലി ഇന്റർനെറ്റ്വർക്ക് എന്നുള്ള കോൺസെപ്റ്റും ഇന്റർനെറ്റ്വർക്കിനൊരു എക്സാമ്പിൾ ആണ് ഇന്റർനെറ്റ്. So hope you understood. Thank you.